ദൈവത്തിൻ്റെ കരവേലയായ മനുഷ്യൻ ദൈവത്തിനെതിരെ കരമുയർത്തിയപ്പോൾ ദൈവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ കീറി. പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യപുത്രൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ കാൽവരിയുടെ നെറുകയിൽ മൂന്നാണികളിൽ എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി മരണം വരിച്ചതിൻ്റെ പുണ്യസ്മരണ പുതുക്കുന്ന ഈ ദുഃഖവെള്ളി ദിനത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനാശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മുടെ രക്ഷകനായി കടന്നു വരാനിരിക്കുന്ന സഹനദാസനെക്കുറിച്ച് 4 വിവരണങ്ങളുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 3 മുതലുള്ള വചനഭാഗത്ത് നമ്മൾ ഇപ്രകാരം ശ്രവിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത്, അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഈ ലോകം മുഴുവനും വേണ്ടി പീഡകൾ ഏറ്റുവാങ്ങിയ രക്ഷകനായ ദൈവത്തെ ഈ സുദിനത്തിൽ നമുക്ക് അനുസ്മരിക്കാം. 2-ാം ലോക മഹായുദ്ധകാലത്ത് കൊടിയ മർദ്ദനങ്ങളെയും പീഡനങ്ങളെയും അഭിമുഖീകരിച്ച വിക്ടർ ഫ്രാങ്കൽ എന്ന വിഖ്യാതനായ ന്യൂറോളജിസ്റ്റും സൈക്കോളജിസ്റ്റും കഠിനമായ യാതനകളെയും പീഡനങ്ങളെയും മർദ്ദനങ്ങളെയും അഭിമുഖീകരിച്ചപ്പോൾ ജീവിതത്തിൽ സങ്കടങ്ങളുടെ സഹനങ്ങളുടെ പ്രസക്തി എന്തെന്ന് അദ്ദേഹം ആലോചിച്ചു. കൊടിയ മർദ്ദനങ്ങളെ അതിജീവിച്ച് അത്ഭുതകരമാം വിധം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തൻ്റെ ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൺമുമ്പിൽ യാതനകൾ ഏറ്റുവാങ്ങി മരിച്ചു വീണ അനേകരെ മനസ്സിലോർത്തുകൊണ്ട് അദ്ദേഹം പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം എഴുതി. മാൻസ് സെർച്ച് ഫോർ മീനിങ്, അർത്ഥം തേടിയുള്ള മനുഷ്യൻ്റെ അന്വേഷണം. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം ഇപ്രകാരം കുറിച്ചു വെച്ചു: The one who has a why in life can bear with almost any how. ജീവിതത്തിൽ എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ എങ്ങനെയെന്നുള്ള 100,000 ചോദ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും തളരാതെ പതറാതെ ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ ഒരുവന് സാധിക്കുമെന്ന് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം സ്ഥാപിച്ചു വയ്ക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രവൃത്തികളുടെ തൻ്റെ ആഗമനത്തിൻ്റെ ഉദ്ദേശം തൻ്റെ പ്രവൃത്തിയുടെ നയപ്രഖ്യാപനം നടത്തുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതർക്ക് മോചനം നൽകുവാൻ, അന്ധർക്ക് കാഴ്ച നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ, കർത്താവിന് സ്വീകാര്യമായ സംവത്സരം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. പലവിധത്തിലുള്ള ബന്ധനത്തിൽ അകപ്പെട്ട ജനതയ്ക്ക്, തളർന്നുപോയ ജനതയുടെ വിമോചകനായി അനേകർക്ക് ജീവനേകുവാൻ, അതിൻ്റെ സമൃദ്ധിയിൽ ജീവൻ നൽകുവാൻ താൻ അയക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കൃത്യമായ വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ആ ശുശ്രൂഷയുടെ പാരമ്യത്തിൽ തൻ്റെ ജീവൻ കാൽവരിയുടെ നെറുകയിൽ അനേകർക്ക് വിമോചകനാകുവാൻ, അനേകരെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, തൻ്റെ ജീവൻ വിലയായി നൽകുവാൻ അവിടുന്ന് നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ സംതൃപ്തിയോടെ കാൽവരിയുടെ നെറുകയിലേക്ക് ചുവട് വയ്ക്കുന്നതും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ അതിദാരുണമായ അവഹേളനങ്ങളും പീഡനങ്ങളുമേറ്റ് അതിദാരുണമായ മർദ്ദനം സംതൃപ്തിയോടെ ഏറ്റെടുത്ത് മരണത്തെ പുൽകുന്നത് എല്ലാം പൂർത്തിയായി എന്ന് നിറഞ്ഞ മനസ്സോടെ തികഞ്ഞ സംതൃപ്തിയോടെ തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റിയതിൻ്റെ, ഒരു ജനതയുടെ വിമോചനത്തിനു വേണ്ടി തൻ്റെ ജീവൻ അർപ്പിച്ചതിൻ്റെ ആത്മസംതൃപ്തിയോടെ അവിടുന്ന് മരണത്തെ പുൽകുന്നു. ഈ ദുഃഖവെള്ളി ദിനത്തിൽ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി, ഈ മാനവകുലത്തിനും വിടുതൽ നൽകുവാൻ, വിമോചനം നൽകുവാൻ വേണ്ടി എൻ്റെ തമ്പുരാൻ നടന്ന വഴികളിലൂടെ നമുക്കൊരു യാത്ര ചെയ്യുന്നത് അഭികാമ്യമാണ്. നമുക്കറിയാം, മാനവകുലത്തിൻ്റെ പതനത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. അതുപോലെ നമ്മുടെ രക്ഷയുടെ കഥ ആരംഭിക്കുന്നതും ഗെത്സമിൻ തോട്ടത്തിൽ വെച്ചാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ച് ദൈവത്തിൻ്റെ പദ്ധതികളെ അവഗണിച്ച മനുഷ്യൻ വലിയ പാതകത്തിന് വിധേയനാകുമ്പോൾ ഇതാ ദൈവഹിതത്തിന് തന്നെ പരിപൂർണമായും സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വഴികളിലേക്ക് തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ജനതയുടെ വിമോചകനാകുവാൻ ഗെത്സമിൻ തോട്ടത്തിൽ നിന്ന് നമ്മുടെ രക്ഷയുടെ യാത്ര ആരംഭിക്കുകയാണ്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തൻ്റെ ആത്മസുഹൃത്തിനാൽ വഞ്ചിക്കപ്പെടുന്ന ദാവീദ് മുഖം പൊത്തി നഗ്നപാതനായി കെദ്രോൻ നദിയുടെ മറുകരയിലേക്ക്, ഒലിവുമലയിലേക്ക് ചുവട് വയ്ക്കുന്നതിനെ പറ്റി സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കെദ്രോൻ നദിയുടെ മറുകരയുള്ള ഗെത്സമൻ തോട്ടത്തിലേക്ക് കർത്താവ് കടന്നു പോകുമ്പോഴും വലിയ ഒറ്റിക്കൊടുക്കലിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ,
തീവ്രമായ അനുഭവത്തിലേക്കാണ് നമ്മുടെ കർത്താവും കടന്നു പോവുക. എൻ്റെ രക്ഷയുടെ ആരംഭം കുറിക്കുന്നത് ഈ ഗെത്സമൻ തോട്ടത്തിൽ വെച്ചാണ്. കർത്താവ് നമ്മളൊരുൾ ചെയ്യുന്ന നമ്മുടെയും ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലിൻ്റെ, ഒറ്റിക്കൊടുക്കലിൻ്റെ, കൂടെയുണ്ടാകുമെന്ന് കരുതിയവരൊക്കെ കാലുവാരിയതിൻ്റെ, കൂടെയുണ്ടാകുമെന്ന് ചങ്കുപോലെ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞവരൊക്കെ താൽക്കാലിക ലാഭം നോക്കി ഓടി ഒളിച്ചതിൻ്റെ, പരിപൂർണമായ ഒറ്റപ്പെടലിൻ്റെ ദുഃഖപൂർണമായ അനുഭവങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടി വന്നേക്കാം. പക്ഷെ ഒരു കാര്യം മറക്കാതിരിക്കാം, എൻ്റെ ജീവിതത്തിൻ്റെ ഗെത്സമൻ അനുഭവങ്ങളിൽ ഞാൻ തനിച്ചല്ല. എനിക്ക് വേണ്ടി പാടുപീഡകൾ ഏറ്റുവാങ്ങിയ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അത് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു, നമ്മുടെ ഈ പീഡാനുഭവ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണല്ലോ 2 കള്ളന്മാർ. അതിൽ നല്ല കള്ളൻ, ജീവിതകാലം മുഴുവൻ പാപത്തിൻ്റെ വഴികളോട് ചരിച്ചവൻ, അവസാന നിമിഷം തൻ്റെ ജീവിതത്തിൻ്റെ ഗെത്സമൻ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, തീവ്ര ദുഃഖത്തിൻ്റെ പാരമ്യത്തിലായിരിക്കുമ്പോൾ ഈ നല്ല കള്ളൻ ഒരു തിരിച്ചറിവുണ്ട്, ഒരു ബോധ്യമുണ്ട്. എൻ്റെ ദുഃഖത്തിൻ്റെ കയ്പുനീർ ഞാൻ കുടിക്കുമ്പോൾ, തീവ്രമായ ഒറ്റപ്പെടലിൻ്റെ, പരിഹാസത്തിൻ്റെ, അവഹേളനത്തിൻ്റെ മൂർധന്യത്തിലായിരിക്കുമ്പോൾ ഞാൻ തനിച്ചല്ല. എൻ്റെ കയ്യെത്തും ദൂരത്ത് എൻ്റെ ദൈവം എൻ്റെ ചാരയുണ്ട്. എൻ്റെ സങ്കടത്തിൽ, എൻ്റെ വേദനയിൽ, എൻ്റെ തീവ്രമായ പരിഹാസത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും അനുഭവങ്ങളിൽ എൻ്റെ കയ്യെത്തും ദൂരത്ത് എൻ്റെ ദൈവം എൻ്റെ ചാരയുണ്ട്. തീവ്ര ദുഃഖത്തിൻ്റെ ഗെത്സമൻ അനുഭവങ്ങളിൽ ഞാൻ തനിച്ചല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യമാണ് അവസാന നിമിഷം പറുദീസ സ്വന്തമാക്കുവാൻ, സ്വർഗം കവർന്നെടുക്കുവാൻ ഈ നല്ല കള്ളനെ പ്രാപ്തനാക്കുന്നത്. അവൻ്റെ പ്രാർത്ഥന ലളിതമാണ്: കർത്താവേ, അങ്ങ് പറുദീസയിലായിരിക്കുമ്പോൾ, അങ്ങ് ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും അനുസ്മരിക്കണമേ എന്ന്. അനേകരുടെ പ്രാർത്ഥന വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ, പതിതൻ്റെ വഴികളിലൂടെ, പാപത്തിൻ്റെ ഇടങ്ങളിലൂടെ നടന്നു നീങ്ങിയവരൊക്കെ അനുതാപത്തോടെ കർത്താവേ എന്നെ ഓർക്കണമേ എന്ന് ആത്മവിശ്വാസത്തോടെ, ആത്മാനുതാപത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവർ സ്വർഗം സ്വന്തമാക്കിയതിൻ്റെ 100 അനുഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ് ഞാൻ വന്നതെന്ന് അരുൾ ചെയ്തവൻ പാപികളെ വീണ്ടെടുക്കുവാൻ, തൻ്റെ ജീവൻ അർപ്പിക്കുവാൻ സന്നദ്ധനായി. അനുതാപമാർന്ന മനസ്സോടെ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചവരെല്ലാം സ്വർഗം സ്വന്തമാക്കിയിട്ടുണ്ട്. കുരിശിൻ്റെ ഇരുവശത്തുമായി 2 കള്ളന്മാർ അവനോടൊപ്പം ക്രൂശിതനാകുമ്പോൾ നല്ല കള്ളൻ പ്രാർത്ഥിക്കുന്നു: പറുദീസയിൽ എന്നെയും അങ്ങ് അനുസ്മരിക്കണമേ എന്ന്. അനുദപിച്ചവരെയെല്ലാം അനുസ്മരിക്കുന്ന ദൈവമാണ് അവിടുന്ന്. ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ അവിടുന്ന് ഓർക്കുന്നുണ്ട്, അവരെ രക്ഷിക്കുന്നുണ്ട്. വലിയ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ സാംസൺ മനം നൊന്ത് പ്രാർത്ഥിക്കുന്നുണ്ട്: ഒരിക്കൽ കൂടി അവിടുന്ന് എന്നെ അനുസ്മരിക്കണമെന്ന്. അനുതാപത്തോടുകൂടി അവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ സാംസനെ അവിടുന്ന് വീണ്ടെടുക്കുന്നുണ്ട്. ദാവീദും അനുചരന്മാരും പാപം ചെയ്യുമ്പോൾ അനുദപിച്ചേറ്റു പറയുമ്പോൾ കർത്താവ് അവനെ വീണ്ടെടുക്കുന്നുണ്ട്. ഈ നല്ല കള്ളൻ കർത്താവിൻ്റെ വലതുഭാഗത്ത് തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി താൻ മരണം വരിക്കുന്ന തിരിച്ചറിയുമ്പോഴും, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു നീതിമാൻ മരണം വരിക്കുമ്പോൾ അനുതാപമാർന്ന മനസ്സോടെ കർത്താവെ എന്നെ അനുസ്മരിക്കണമേ എന്ന് മനം നൊന്ത് പ്രാർത്ഥിക്കുകയും അവൻ സ്വർഗം സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഈ ദുഃഖവെള്ളി ദിനത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഗെത്സമൻ അനുഭവങ്ങളെ സന്തോഷത്തോടെ, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ സ്വീകരിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ജീവിതം വിജയികളുടെ മാത്രമല്ല, തോറ്റവരുടെ കൂടി ജീവിതമാണ്. ഫ്രാൻസിസ് പാപ്പ ആഫ്രിക്കൻ നാടുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ പാപ്പായെ അനുധാവനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവരുടെ മുമ്പിൽ വെച്ച് തൻ്റെ പോക്കറ്റിൽ നിന്ന് 2 കാര്യങ്ങൾ, ഒന്ന് ഒരു ജപമാലയും മറ്റൊന്ന് ഒരു പേഴ്സിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ചെറിയ ആൽബവും എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ കൂടെ നിന്ന മാധ്യമപ്രവർത്തകർ ചിന്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരുടെ, കുടുംബാംഗങ്ങളുടെ, സുഹൃത്തുക്കളുടെ ചിത്രമായിരിക്കുമെന്ന്. അവരുടെ മുമ്പിൽ വെച്ച് ഈ ചെറിയ ആൽബം അദ്ദേഹം തുറന്നു കാണിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശിൻ്റെ വഴിയിലെ 14 രംഗങ്ങളാണ് അതിൽ ആലേഖനം ചെയ്തത്. എന്നിട്ട് പാപ്പ അവരോട് പറഞ്ഞു: എൻ്റെ കർത്താവിൻ്റെ തോൽവിയുടെ ഓർമ്മക്കുറിപ്പാണ് ഈ 14 ചിത്രങ്ങൾ. എന്നെ രക്ഷിക്കുവാൻ വേണ്ടി, എന്നെ വിജയിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് തോൽവി ഏറ്റെടുത്തതിൻ്റെ, മരണം വരിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഈ ദുഃഖവെള്ളി ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകം, ജീവിതാനുഭവങ്ങൾ വിജയത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും മാത്രമല്ല, കൂടെയുള്ളവർക്ക് വേണ്ടി ഒന്ന് തോറ്റുകൊടുക്കുവാൻ, കൂടെയുള്ളവരെ കൈപിടിച്ചുയർത്തുവാൻ, തോൽവിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുവാനും ഈ ദുഃഖവെള്ളി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ തോൽവി ഏറ്റെടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വിജയശ്രീലാളിതരായി ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈ ദുഃഖവെള്ളി ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ്. 2025 ദുഃഖവെള്ളി ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. ജൂബിലി വർഷത്തിലെ ദുഃഖവെള്ളി ആചരണത്തിലാണ് നമ്മൾ പങ്കുചേരുക. ജൂബിലി വർഷം നമുക്കറിയാം, വിമോചനത്തിൻ്റെ, വിടുതലിൻ്റെ, വീണ്ടെടുപ്പിൻ്റെ, തിരിഞ്ഞു നടക്കലിൻ്റെ ജൂബിലി വർഷത്തിൽ ദുഃഖവെള്ളി ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ കർത്താവ് നമ്മോട് അരുൾ ചെയ്യുന്നു:
നിൻ്റെ കൂടെയുള്ളവരുടെ വിമോചനത്തിനു വേണ്ടി, അവൻ്റെ വിടുതലിനു വേണ്ടി, അവനെ വീണ്ടെടുക്കുവാൻ വേണ്ടി, അവൻ്റെ സ്വപ്നങ്ങൾ സഫലമാക്കുവാൻ വേണ്ടി ഒന്ന് തോറ്റുകൊടുക്കുവാൻ, അല്പം കുരിശ് വഹിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന്, സജ്ജരാകണമെന്ന് 2025 ദുഃഖവെള്ളി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതം വിജയികളുടെ മാത്രമല്ല, തോറ്റവരുടെയും വീണുപോയവരുടെയും ഒക്കെയാണ്. ആകയാൽ ജീവിതത്തിൽ സഹനത്തിന് അർത്ഥമുണ്ടെന്ന് ഈ ദുഃഖവെള്ളി നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു മതബോധന ക്ലാസ്സിലുണ്ടായ അനുഭവം ഏറെ ചിന്തോദ്ദീപകമാണ്. ക്ലാസ്സിൽ നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ മതാധ്യാപക ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ഒന്ന് തല്ലി. പിറ്റേ ആഴ്ച കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവന്ന് ടീച്ചറിനോട് കലഹിക്കുവാൻ, ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ അടിച്ചത്? ഞാൻ നോട്ടം കൊണ്ട് പോലും എൻ്റെ കുഞ്ഞിനെ ഒന്ന് വേദനിപ്പിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ അടിച്ചെന്നതാണ്. എൻ്റെ കുഞ്ഞ് കരഞ്ഞ് നൊമ്പരപ്പെട്ടാണ് വീട്ടിലേക്ക് തിരികെ എത്തിയത്. ടീച്ചർ പറഞ്ഞു, ഞാൻ അങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിൽ തല്ലിയൊന്നുമില്ല, ചെറിയൊരു കാര്യം പറഞ്ഞു കൊടുക്കുവാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയതാണ്. ഉടനെ കുഞ്ഞിൻ്റെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട്, അടിച്ചുകൊണ്ട്, വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും പഠിപ്പിക്കേണ്ട. അങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ അടുത്തുള്ള കുട്ടിയെ ഒന്ന് തല്ലിയാൽ മതി, എൻ്റെ കൊച്ച് അത് കണ്ട് പഠിച്ചോളൂ. ഒന്ന് നൊമ്പരപ്പെടുത്തുവാൻ വേണ്ടി ചെറിയൊരു തല്ലൽ അതുപോലും അനുവദിക്കാതെ വേദനകൾ, സഹനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കപ്പെടേണ്ട തിന്മയാണെന്നുള്ള തെറ്റിദ്ധാരണ പറക്കുമ്പോൾ സഹനം രക്ഷാകരമാണ്. ആത്മവിശുദ്ധീകരണത്തിന്, ജീവിത വിശുദ്ധീകരണത്തിന്, കൂടെയുള്ളവരുടെ നന്മയ്ക്ക് സഹനം രക്ഷാകരമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് 2025 ദുഃഖവെള്ളി ആചരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ആകയാൽ പ്രിയമുള്ളവരെ, ഈ വർഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഗെറ്റ്സമൻ അനുഭവങ്ങളെ പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, പിറുപിറുപ്പുകളില്ലാതെ സ്വീകരിക്കുവാനുള്ള ഹൃദയത്തിൻ്റെ വലിപ്പം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഗെറ്റ്സമൻ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഒറ്റിക്കൊടുക്കലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും, കൂടെയുള്ളവർ കാലുവാരുന്നതിൻ്റെയും, കൂടെയുണ്ടാകുമെന്ന് ചങ്കുപോലെ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞവരൊക്കെ ഓടി അകലുന്നതിൻ്റെയും ഗെറ്റ്സമൻ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കയ്യെത്തും ദൂരത്ത് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യത്തോടെ നല്ല കള്ളൻ, ജീവിതകാലം മുഴുവൻ പാപവഴികളിലൂടെ നടന്നു നീങ്ങിയവൻ, അവസാന നിമിഷം ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ, ദൈവമേ എന്നെ അനുസ്മരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ സ്വർഗം സ്വന്തമാക്കിയതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ ഗെറ്റ്സമൻ അനുഭവങ്ങളിൽ എൻ്റെ ദൈവം കയ്യെത്തും ദൂരെയുണ്ട്. ജീവിതത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വലിയവനായ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ ജീവിതത്തിൻ്റെ ചെറിയ സഹനങ്ങൾക്കും സങ്കടങ്ങൾക്കും എന്നെ പരാജയപ്പെടുത്താനാവില്ല എന്ന ബോധ്യത്തോടെ വിക്ടർ ഫ്രാങ്കൽ പഠിപ്പിച്ചതുപോലെ, The one who has a why in life can bear with almost anyhow. എന്തിനു വേണ്ടി, എന്തുകൊണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത് എന്ന് കൃത്യമായ ബോധ്യമുള്ളവന് ജീവിതത്തിൻ്റെ സങ്കടങ്ങളും സഹനങ്ങളും പ്രതിബന്ധങ്ങളും ഒറ്റപ്പെടുത്തലുകളും അവഹേളനങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ തളരാതെ പതരാതെ മുന്നോട്ട് പോകണമെങ്കിൽ സഹനം രക്ഷാകരമാണ്. എൻ്റെ ദൈവത്തിൻ്റെ തോൽവിയുടെ ചരിത്രം ഫ്രാൻസിസ് പാപ്പ മുറുകെ പിടിച്ചതുപോലെ കർത്താവിൻ്റെ സഹനത്തിൻ്റെ ഓരോ രംഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ തളരാതെ പതറാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കരുത്ത് പകരട്ടെ. ഈ ദുഃഖവെള്ളി നമ്മെ കൂടുതൽ വിശുദ്ധീകരിക്കട്ടെ. എൻ്റെ ആത്മവിശുദ്ധീകരണത്തിനായി, എൻ്റെ കൂടെയുള്ളവൻ്റെ ജൂബിലി വർഷത്തിൽ കൂടെയുള്ളവൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വിടുതലിനും വിമോചനത്തിനും വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് പ്രാപ്തരാകാം. പ്രത്യേകിച്ച് സഹനത്തിൻ്റെ തീച്ചൂള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സഹോദരങ്ങളെ അനുസ്മരിക്കുവാൻ വേണ്ടി കൂടിയാകട്ടെ 2025 ദുഃഖവെള്ളി. ഇടശ്ശേരിയുടെ കവിത ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്: കുടിയിറക്കം. എവിടെവിടങ്ങളിൽ ചട്ടികലങ്ങൾ വലിച്ചെറിയപ്പെടുന്നുവോ അവിടവിടങ്ങളെ ചേർത്ത് വരയ്ക്കണം പുതിയ ലോകത്തിൻ്റെ അതിർവരമ്പുകൾ. എവിടെവിടങ്ങളിൽ ചട്ടികലങ്ങൾ വലിച്ചെറിയപ്പെടുന്നുവോ അവിടവിടങ്ങളെ ചേർത്ത് വരയ്ക്കണം പുതിയ ലോകത്തിൻ്റെ അതിർവരമ്പുകൾ. കുടിയിറക്കപ്പെട്ട, ബന്ധിതരാക്കപ്പെട്ട, അവഹേളിതരാക്കപ്പെട്ട ഒരു ജനതയെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി, അവരെയും കൂടി സ്വർഗത്തിൻ്റെ ഭൂപടത്തിലേക്ക് ചേർത്ത് വരയ്ക്കുവാൻ വേണ്ടി ജീവനർപ്പിച്ച കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. സഹനങ്ങൾ രക്ഷാകരമാണ്. കൂടെയുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാം. ഈ ദുഃഖവെള്ളി നമ്മെ കുറെ കൂടി വിശുദ്ധീകരിക്കട്ടെ, വിമലീകരിക്കട്ടെ. ഈ ദുഃഖവെള്ളിയുടെ ഓർമ്മപ്പെടുത്തൽ ഈ ലോകത്തെ കുറെ കൂടി സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സമൃദ്ധിയുടെ, നീതിയുടെ ഇടങ്ങളാക്കി പരിണമിപ്പിക്കട്ടെ. എല്ലാ നന്മകളും ദൈവാനുഗ്രഹവും ഹൃദയപൂർവ്വം നേരുന്നു.